നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എഴുന്നേക്കടാ. സലാഹുദ്ദീനെ, ഇവനെ കയറ്റിയെടുത്ത് കുട്ടി ഇറക്കി വിട്ടേക്ക്. ശരി. തല്ലിക്കോ, പക്ഷേ കൊല്ലണ്ട സമയം ഞാൻ പറയാം. ശരി മാഡം. ഇങ്ങോട്ട് വാടാ. വക്കീലെ, എന്റെ വക്കീലെ, ഞാനീ കാണുന്നതൊക്കെ സ്വപ്നമാണോ? പുലി പോലെ വന്നത് എലി പോലെ പോയ പോക്കണ്ടില്ലേ? ഓ, ചെന്നാലും എന്റെ വക്കീൽ ഇത്രയും വലിയ പ്രതിഭാസമാണെന്ന് ഞാൻ അറിഞ്ഞില്ല. അല്ല, ഓരോ പ്രശ്നങ്ങൾക്കും എത്ര പെട്ടെന്നാ വക്കീല് പരിഹാരം കാണുന്നത്. ഓ, ഈ കടങ്ങളൊക്കെ ഞാൻ എങ്ങനെ തീർക്കും വക്കീലെ? കടവും കടപ്പാടൊന്നും വേണ്ട. ഞാൻ പറയുന്ന കാര്യങ്ങള് നിങ്ങൾ അനുസരിച്ചാൽ മാത്രം മതി. നിങ്ങൾ ഇനി ഒരുമിച്ച് നിൽക്കണം. തല പോയാലും പരസ്പരം തള്ളി പറയരുത്. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായോ? പെണ്ണുങ്ങളുടെ വാക്ക് കേട്ട് തല്ലി പിരിയാനുള്ളതല്ല നിങ്ങളുടെ ജീവിതം. പഴയതുപോലെ ഒത്തൊരുമയോടെ നിന്ന് പട പൊരുതണം. ഒരു പെണ്ണായി ഞാൻ സ്ത്രീവിരുദ്ധ പ്രസ്താവന നടത്തുകയല്ല. മാണിക്യമംഗലത്ത് വീടിന്റെ താളം അതായിരുന്നു. നാളെയും അതങ്ങനെ തന്നെ ആയിരിക്കണം. എന്നാലേ മാണിക്യമംഗലത്ത് വീടാവൂ. ഇനി എന്താ വേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം. എന്നിട്ട് ആഹാരം കഴിക്കാൻ. എനിക്ക് വേണ്ട. എന്നിട്ട് കഴിക്കണോ? വെറുതെ എന്തിനാ സൂണ നീ പട്ടിണി കിടന്ന് ചാവണേ? ഏതായാലും നീ പ്രതിയാ. നിനക്കെതിരെ എല്ലാ തെളിവുകളും ഉണ്ട്. ഇനി നീ അതങ്ങ് സമ്മതിച്ചാ മാത്രം മതി. ചെയ്യാത്ത കുറ്റം ഞാൻ എങ്ങനെ സമ്മതിക്കും സാർ? നീ പിന്നെ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്ന ഞാൻ എന്ത് ചെയ്യും? നിനക്ക് രക്ഷപ്പെടാനുള്ള വഴിയാണ് ഞാൻ പറഞ്ഞത്. നീ കുറ്റമേറ്റാൽ നിന്നെ ഞാൻ സഹായിക്കാം. നീ കഴിക്ക്, എന്നിട്ട് നമുക്ക് സമാധാനമായിട്ട് സംസാരിക്കാം. എനിക്കൊന്നും സംസാരിക്കാനില്ല സാർ. ഞാൻ ചെയ്യാത്ത കുറ്റം എന്റെ തലയിൽ കെട്ടിവെക്കാൻ ഞാൻ സമ്മതിക്കില്ല സാർ. ചേടാ, ഇത് വലിയ കഷ്ടമായല്ലോ. എടാ, ഇത്രയും തെളിവ് കാണിച്ചിട്ട് നീ എന്തിനാ ഇങ്ങനെ കടിച്ചു തൂങ്ങി നിൽക്കുന്നേ? കോടതിക്ക് വേണ്ടത് തെളിവാ. ഇതിലും വലിയൊരു തെളിവ് ഈ കേസിൽ ഇനി വേറെ ഇല്ല. ഞാൻ പറഞ്ഞല്ലോ, നിന്നെ രക്ഷിക്കാനുള്ള വഴിയാ ഞാനീ നോക്കുന്നേ. എന്താ സംഭവിച്ചതെന്ന് നീ സത്യം പറഞ്ഞാൽ മാത്രമേ എനിക്കത് പ്ലാൻ ചെയ്യാൻ പറ്റൂ. ഞാൻ പറഞ്ഞല്ലോ സാറേ, ആ ഡെഡ് ബോഡി കെട്ടിത്താഴ്ത്തിയത് ഞാനാ. പക്ഷേ അതവളാണെന്ന് എനിക്കറിയില്ലായിരുന്നു. അതെനിക്ക് കിട്ടിയൊരു കൊട്ടേഷനായിരുന്നു. കഥ അറിയാതെ ഞാൻ ആ മഹാഭാവം ചെയ്തത്. ഇതിന്റെ പിന്നിൽ അവനാ സാറേ, ആ അജയന.
എന്ന് നീ പറഞ്ഞ ആരെങ്കിലും വിശ്വസിക്കുമോ? മര്യാദയ്ക്ക് വീട്ടിൽ കിടന്നുറങ്ങിയ അവനാണോ അതോ ശവൻ ചാക്കി കെട്ടിക്കൊണ്ട് കളഞ്ഞ നീയാണോ പ്രതി? ഒരാളോട് വ്യക്തിവൈരാഗ്യം ഉണ്ടെന്ന് കരുതി എന്തും പറയാന്ന് വിചാരിക്കരുത്. ഇത് വ്യക്തിവൈരാഗ്യമൊന്നും അല്ല സാറ്, സത്യമാ. എന്റെ കൂടെ വീഡിയോയിലുള്ള ബോസ് അയാൾ ആ കൊട്ടേഷൻ ഏറ്റെടുത്തത്. സാർ അവനെ പിടിച്ച് ചോദ്യം ചെയ്ത എല്ലാ സത്യങ്ങളും പുറത്തു വരും. ഇതിനപ്പുറം എന്തിനാ സുഗുണ ഇനി വേറെ സത്യങ്ങൾ അന്വേഷിച്ചു പോകുന്നത്? എന്തിനാ സുഗുണ ഇതുവരെ ഇല്ലാത്ത കഥാപാത്രങ്ങൾ ഈ കഥയിൽ? അവിഹിത ഗർഭം ധരിച്ച പെങ്ങളെ അപമാനഭാരം മൂലം നീ കഴുത്ത് ഞെരിച്ചു കൊന്നു. എന്നിട്ട് വയറ് കീറി ചാക്കി കെട്ടി കായലിൽ കല്ല് കെട്ടി താഴ്ത്തി. ഇത്രയും നീ അങ്ങ് കോടതി പറഞ്ഞാ മതി. നമുക്ക് ആ ഫയൽ ഇവിടെ ക്ലോസ് ചെയ്യാം. അല്ലാതെ ചുമ്മാ എന്തിനാടാ ആവശ്യമില്ലാത്ത ബോസും കേസും? അങ്ങനെ ഒരു മൊഴി നീ കോടതി കൊടുത്താൽ പുഷ്പം പോലെ നിന്നെ ഞാൻ ഊരും. എന്റെ കയ്യിലുള്ള ആ വീഡിയോ ഒരിക്കലും കോടതിയിലെത്തില്ല. ഇത് പുറം ലോകം കണ്ടാലല്ലേ കൊലപാതകി നീയാണെന്നറിയൂ. ആരും ഒന്നും അറിയാൻ പോകുന്നില്ല. സാഹചര്യങ്ങളുടെ ഔദാര്യത്തിൽ, തെളിവുകളുടെ അഭാവത്തിൽ അങ്ങനെ കോടതി നിന്നെ വെറുതെ വിടും. എനിക്കെങ്ങനെ രക്ഷപ്പെടേണ്ടത് സാർ? സാർ ആരെ രക്ഷിക്കാനാണ് ഈ കള്ളക്കഥ ഉണ്ടാക്കുന്നത് എനിക്കറിയാം. അത് നടക്കില്ല സാറേ. തെറ്റ് ചെയ്തവൻ ആരായാലും ശിക്ഷിക്കപ്പെടണം. തെറ്റ് ചെയ്തത് നീയാണ്. നീ ഇങ്ങനെ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നാ ഞാൻ കുറഞ്ഞു പോകും കേട്ടോ. ഞാൻ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ ഞാൻ അനുഭവിച്ചോളാം. പക്ഷേ അവളെ കൊന്നവനും അവൻ അർഹിക്കുന്ന ശിക്ഷ കിട്ടണം. നീ ഇങ്ങനെ കട്ടായം പറഞ്ഞാൽ ഞാൻ കുറഞ്ഞു പോകും. എന്റെ സുഗുണ, ഈ കാലത്തൊരു കൊലപാതകം എന്നൊക്കെ പറഞ്ഞാ അത്ര വലിയ കാര്യമൊന്നുമല്ല. കൈകാര്യം ചെയ്യുന്നത് പോലിരിക്കും, കാശും പിടിപാടും പോലിരിക്കും. കുറ്റം ചെയ്യുന്നവരൊക്കെ ശിക്ഷിക്കപ്പെടാനാണെങ്കിലേ ഈ നാട്ടിലെ രാഷ്ട്രീയക്കാരും സിനിമാക്കാരും ഒക്കെ ഇന്ന് ഈ പുറം ലോകത്ത് ഇങ്ങനെ കറങ്ങി നടക്കൂ. നമ്മളൊരു 10-500 സെൻട്രൽ ജയിലിലൂടെ പണിയേണ്ടി വന്നേനെ. സൂണ, നീ ബുദ്ധിപരമായിട്ടിരുന്ന് ആലോചിക്കും. ചാത്തവള് ചത്തു. ഇനി നീ എന്തൊക്കെ തലകുത്തി അഭ്യാസം കാണിച്ചാലും അവള് തിരിച്ചു വരാൻ പോകുന്നില്ല. ഇനിയുള്ളത് നിനക്ക് നിന്റെ ജീവിതമാണ്. അത് നീ എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ നോക്ക്. സാറിന് എന്താ എന്നോട് ഇത്രയും വലിയ സ്നേഹം? നീ ഒരു പാവമാണെന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ട്. മനഃപൂർവ്വമല്ല, പെട്ടെന്നൊരാവശ്യത്തിൽ നീ അങ്ങനെ ഒരു കുറ്റകൃത്യം ചെയ്തു പോയതാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടതുകൊണ്ട്. നിനക്ക് രക്ഷപ്പെടാൻ ദൈവമായി കൊണ്ടുവന്നൊരു അവസരമാണ് സുഗുണായത്. പാഴാക്കിയാൽ നീ ഒരു മണ്ടനാണെന്നേ ഞാൻ പറയും. ആലോചിക്കും, നന്നായിട്ട് ആലോചിക്കും. ആയുഷ്കാലം അകത്ത് കിടന്ന് ഉണ്ട തിന്നണോ അതോ ശുദ്ധമായി ശ്വസിച്ച് പുറം ലോകത്ത് സ്വസ്ഥമായി ജീവിക്കണോന്ന്?